gonna be a good day. സർപ്രൈസ് ഇതിനകത്താണല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങള് എന്നാ വെച്ചാൽ സർപ്രൈസ് കണ്ടെത്തി കേട്ടോ. ആ, എന്നിട്ട് പറയണേ എന്നാ സർപ്രൈസ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഓപ്പൺ. അതിന്റെ അകത്ത് സർപ്രൈസ് ആദ്യം കണ്ടെത്ത്, എന്നിട്ടേ മുട്ടായി എടുക്കാൻ പാടുള്ളൂ. കാണിക്കേ നോക്ക, അതിനെ തപ്പി നോക്കണം. മുട്ടായി അല്ല, സർപ്രൈസ് ആദ്യം നോക്ക്. അതിന്റെ അകത്ത് എന്നാ ഉള്ളേ നോക്ക്. ഇത് എന്നാ അറിയോ? എന്താ പറ. പുതിയ വീടിന്റെ താക്കോല്. അടിയിടാ കൈ, അടി UK-ല് ഒരു വീട് എന്ന സ്വപ്നം ഞങ്ങൾക്ക് പൂർണ്ണിയാൻ സഹായിച്ചത് കേംബ്രിഡ്ജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ലോയൽറ്റി സൊല്യൂഷൻസും. ലോയൽറ്റി ഒരു മോർഗേജ് അഡ്വൈസർ കമ്പനിയാണ്. ലണ്ടൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ലെജൻഡ് സോൾട്ടേഴ്സ് എന്ന കമ്പനിയുമാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അറിയുന്നതാണ്. നമ്മുടെ പുതിയ ഹൗസിനെ ചുറ്റും കാണിക്കാൻ പോണം. അപ്പൊ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട ഒരു കീ ഇപ്പൊ ഞങ്ങൾക്ക് ആ കിട്ടി. ഇനി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവെക്കണം. അപ്പൊ കൊണ്ടുവെക്കാൻ വന്നിട്ട് കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നമുക്ക് ഷൂ ഇരിയിട്ട് Causes temptation. I know that I like to do it cause it's sensation. I live my life in my head like a narration. Don't expect greatness, do my best, man, I'll take it. Wake up, today's gonna be a ഇത് കൺസർവേറ്ററിയാണ്. ഇത് കൺസർവേറ്ററിയാണ്. അപ്പൊ ഇപ്പോഴും കൺസർവേറ്ററാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓടി നടക്കാനുള്ള സ്ഥലം. അവിടെയാണ് നമ്മുടെ ടോയ്സ് വെക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ചുമ്മാ കളിക്കാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഇത്. ഒരു കിച്ചൺ കാണിച്ചില്ല. പിന്നെ ഇനി നമ്മുടെ കിച്ചണിലോട്ട് പോകും ഗൈസ്. ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ. ആദ്യം ഒരു വീട് വാങ്ങാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക 5% ഡിപ്പോസിറ്റ് കൊടുത്ത് വാങ്ങാം എന്ന് വിചാരിക്കും. പക്ഷെ അതിന് 6.5 സംതിങ് ഇൻട്രസ്റ്റ് റേറ്റ് വരും. ഒരു ബിൽഡിംഗ് സൊസൈറ്റിയാണത്. ഞങ്ങൾ 10% ഡിപ്പോസിറ്റ് കൊടുത്താണ് വീട് വാങ്ങിയത്. ഒരു വീട് വാങ്ങുന്നതിന് മുമ്പ് ഒരു 20 വീടെങ്കിലും മിനിമം നിങ്ങൾ കാണുവാണെങ്കിൽ ഏകദേശം വീടുകളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. പുതിയ വീടുകളെ അപേക്ഷിച്ച് പഴയ വീടുകൾക്കാണ് കുറച്ചും കൂടി സ്ഥലവും കുറച്ചും കൂടി സ്പേഷ്യസ് ആയ ഇടവും ഉള്ളത്. കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ. എനിക്ക് പേടിയായിട്ട് മേലെ കയറി. വെയിറ്റ്, അതിന്റെ ഒരാൾ ഒരാൾ പിന്നെ കയറട്ടെ. നീ ആലോചിച്ച പറയും പപ്പ വരട്ടെ. നമുക്ക് ഈ റൂമിന് പേരിടാൻ പറ്റത്തില്ല. ഒരു റൂം അത്ര ഇതിനുള്ളൂ. ഓക്കെ, ഇതിനാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. ഗൈസ്, നമ്മുടെ സ്റ്റഡി റൂം നമുക്ക് നോക്കാം. ഓക്കെ, അതകത്തൊന്നും വലിച്ചു നശിപ്പിക്കല്.
കണ്ടല്ലോ. ഇത് നമ്മുടെ സ്റ്റഡി റൂമാണ്, നമ്മൾ പഠിക്കുന്ന റൂമാണ്. ഇത് പപ്പയുടെ അമ്മയുടെ റൂം. അപ്പൊ ഇതാണ് പപ്പയുടെ അമ്മയുടെ റൂം. നമുക്ക് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത് പപ്പയുടെ അമ്മയുടെ റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ റൂമോ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം. നമുക്ക് ലൈറ്റ് ഇടാം. ഇതാണ് നമ്മുടെ റൂം. ഓ സൂപ്പർ. അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ ബുക്സ് ഒക്കെ വെക്കാം. ഇവിടെ നമുക്ക് കണ്ണാടി ഇത് നിങ്ങൾ പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യണ്ടേ? മേക്കപ്പ് ചെയ്യാൻ. Control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. 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 So life ain't easy, yo. I think there's a reason, though. ഷൂ എടുത്തോ, ഷൂ എടുത്തോ, ഷൂ എടുത്തോ. കൺസർവേറ്ററി എടുക്കോ. പൊന്നും തീടാ. അപ്പൊ തുറന്നു തരാം. ഓക്കെ തുറക്കാം. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നാട്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ബാങ്ക് ത്രൂ ചെയ്യുക. ഒരു കാരണവശാലും നമ്മളിപ്പം സ്വർണ്ണം പണയം വെച്ചിട്ട് ആ ക്യാഷ് വേറൊരു ബാങ്കിൽ കൊണ്ടിടുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എപ്പോഴും നമ്മളിപ്പോൾ ഗോൾഡ് വിൽക്കുകയോ അല്ലെങ്കിൽ പണയം വിൽക്കുകയോ ഒക്കെ ആണെങ്കിൽ അത് ഏത് ബാങ്കിലാണ് ചെയ്യുന്നത് ആ ബാങ്ക് ത്രൂ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുക. അത് പേരൻസ് ത്രൂ ആണ് എങ്കിൽ ഗിഫ്റ്റ് മണി ആയിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ലീഗൽ ഇഷ്യൂസ് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നോക്കിയാലോ? നല്ല കാഴ്ച ഉണ്ട് മോനെ, അങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. വേണ്ട വേണ്ട, അവിടെ എന്താ കേട്ടോ. ഓക്കെ, ഇനി അപ്പുറത്തോട്ട് പോകും. ഇനി ബാക്കിയായിട്ട് പോയി. മോനെ അത് സ്വിമ്മിംഗ് പൂളിന്റെ ഓരോ സാധനങ്ങൾ വെച്ചേക്കുന്നത്, അതിനകത്ത് തുറന്നു കയറണ്ട, അതിനകത്ത് കെമിക്കലൊക്കെ. Mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. Wake up, today's gonna be a. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഇനിയും കാണുന്നതാണ്. താങ്ക് യു.